ஹலோ மக்களே, வெல்கம் டு தி சேனல் தமிழ் ஃபேமிலி ரியாக்ட்ஸ். நான் ஸ்வாதி பிரபாகர் வித் மீ மை ஹஸ்பண்ட் வாசு. வணக்கம். ஓகே, பார்ட் 1, 2, 3 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்கல டிஸ்கிரிப்ஷன் லிங்க் ஷேர் பண்ணுற போய் பாருங்க. இப்போ பார்ட் 4 போயிடலாம். எல்லாரும் வேடிக்கை பார்க்குறாங்க. தம்பி தோ அந்த கம்பெனி முன்னாடி நிப்பாட்டுங்க. தெரியுமா? புரியுதான்னு கேக்குது, தெரியுமான்னு கேக்குறாரு. புரியுதா? ஏம் டாடஸ் இந்தாப்பா. இப்படி விட்டாங்க, நான் விட மாட்டாங்கன்னு நினைச்சேன். எனக்கு தெரிஞ்சு இவர் இல்லைன்னு சொல்ல போறாரு. இருக்கலாம். ഓ ഇത് ശരിയാണ് ഷാട്ടർ ഉള്ളത്. ഞങ്ങളെ കാണണമെന്ന് പറഞ്ഞത് അത് അതായത് എൻ ട്രേഡേഴ്സ് അവിഹിത മാർഗത്തിൽ ഒന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് സാർ, ഇന്നലെ രാത്രി ഒരു വലിയ സംഭവം ഉണ്ടായി. സാറ് വിളിക്കുന്നെന്നും പറഞ്ഞ് ഒരുത്തൻ ഞങ്ങളെ വിളിച്ചോണ്ട് പോയി. എന്നിട്ട് കുറെ പേര് ചേർന്ന് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു. ഇതൊക്കെ കണ്ടില്ലേ? ഓ ആ എന്നിട്ട് ഭാഗ്യവശാൽ രക്ഷപ്പെട്ടു. നിങ്ങളെ അത്ര പെട്ടെന്ന് കീഴ്പ്പെടുത്താൻ കഴിയില്ല എന്നവർ മനസ്സിലാക്കിയിരിക്കില്ല. അടിതറയുടെ ട്രെയിനിങ് ഒക്കെ കിട്ടിയിരിക്കുമല്ലോ. ട്രെയിനിങ് സാർ, ഉങ്ങളെதான் கூப்பிடுறாங்க. ആര്? ഞാനൊരു പാവാ. എന്നെ അനാവശ്യമായി തെറ്റിദ്ധരിക്കരുത്. സാർ എന്തായി പറയുന്നത്? സാർ ഇത് ഞങ്ങളാ രാമദാസൻ. ആ, ഞങ്ങൾ എൻ ട്രേഡേഴ്സിലെ എംപ്ലോയീസാ. തൽക്കാലം എംപ്ലോയീസിന്റെ രൂപത്തിലാ. അതല്ലേ ശരി? രൂപത്തിലാ? പാവത്തിലും അങ്ങനെ തന്നെയാണ് സാർ. യൂണിയൻ നേതാക്കൾ വന്നിരുന്നു. അവരോട് അന്വേഷിക്കാതെ നിങ്ങൾക്ക് ജോലി തന്നത് അവർക്ക് ഇഷ്ടമായിട്ടില്ല. ഇല്ല, ഞാൻ അവരോട് പറയാം. എനിക്ക് ഒരു മാസത്തെ സമയം തരണം. അപ്പോഴേക്ക് ഞാൻ നിങ്ങളുടെ കാര്യം എന്നേക്കുമായി ശരിപ്പെടുത്തി തരാം. അപ്പൊ 2 മാസം കഴിഞ്ഞാ ഞങ്ങളെ പെർമനന്റ് ആക്കുമല്ലേ? അതെ, പെർമനന്റ്. അപ്പൊ അതുവരെ ഇല്ല. അതിനു മുമ്പ് നിങ്ങളുടെ പ്രശ്നം ഞാൻ തീർക്കാം. അപ്പൊ ഇപ്പൊ ഞങ്ങൾക്ക് ജോലിയില്ല. ജോലി അല്ല, ഒരു കണക്കിന് ഞാൻ നിങ്ങൾക്ക് ജോലി തരേണ്ട കാര്യമില്ലല്ലോ. സാർ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു? സാർ, ഇത് പിന്നിൽ നിന്നുള്ള കുത്തായി പോയി സാർ. പൊയ്ക്കോ. സാർ, ഞങ്ങൾക്ക് വേറെ മാർഗമില്ല സാർ. എനിക്കും. ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നൊരു പഴഞ്ചൊല്ലുണ്ട് സാർ. തോളിലിരുന്ന് ചെവി തിന്നരുതെന്ന് മറ്റൊരു ചൊല്ലുമുണ്ട്. എന്റെ ചെവി തിന്നെ ഞാൻ ആരെയും സമ്മതിക്കില്ല. അയ്യോ സാർ, ഞങ്ങൾ ചെവി തീറ്റക്കാരല്ല. പോകാനാ പറഞ്ഞേ. ஏதாவது ரேண்டமா சொல்ல போறாரு. ഇതുകൊണ്ടൊന്നും ഞങ്ങൾ തോറ്റുവെന്ന് വിചാരിക്കണ്ട. എന്തൊക്കെയാണ് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലായില്ല. പാവി ചെല്ലുന്നിടം പാതാളം, അത്ര തന്നെ. അതെ, നീ വന്നിട്ടുള്ള എല്ലാ സ്ഥലവും എനിക്ക് പാതാളായിരുന്നു. ആണല്ലോ. ദാ, അന്നത്തെ ആ സർക്കിൾ ഇൻസ്പെക്ടർ അല്ലേ അത്? ஐயோ, அது வந்து இவங்களோட பழக்கம்பா. கெஞ்ச வரைக்கும் கெஞ்சுவாங்க. எங்கே ഗുഡ് മോർണിംഗ്. ஐயோ, இப்ப கன்ஃபார்ம் ஆயிடுச்சு. ആരാണെന്നോ എന്തിനാണെന്നോ ഞാൻ കറഞ്ഞോട്ടെ സാർ. ദാ കണ്ടില്ലേ? ഞാൻ അന്വേഷിക്കാം. ഞങ്ങൾക്ക് പോലീസ് പ്രൊട്ടക്ഷൻ വേണം സാർ. അന്നത്തെ മയക്കുമരുന്ന് പിടുത്തത്തിന്റെ പ്രത്യാഘാതമല്ലേ ഇത് എന്നെനിക്ക് സംശയമുണ്ട്. അന്ന് നിങ്ങളുടെ കയ്യിൽ പെട്ടിരുന്ന് ഓടിപ്പോയവരെ പിന്നീട് കണ്ടോ? എവിടെ കാണാനാ സാറേ? ആകെ ഉണ്ടായിരുന്ന ജോലി ഇന്ന് പോയി. എന്തു പറ്റി? ഒന്നും പറ്റിയില്ല, പോയി. സാറ് ഞങ്ങൾക്ക് വേണ്ടി എം ഡിയോടൊന്ന് സംസാരിക്കാം. എവിടെയാ ജോലി? யாரும் எம்டி? ദാ അവിടെ. ദാ അവിടെ. ஐயோ, இவரை முடிச்சிட்டாங்க. நான் நினைச்சேன் என்ன கெத்த சுத்துறாரு. നിർത്ത് ഞാൻ പറയുന്നൊന്ന് കേക്ക്. വെറുതെ എന്തിനാ എന്നെ ഇട്ടിങ്ങനെ ഇരിക്കുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ഒഴിഞ്ഞ സ്ഥലത്ത് ഈ കാറ് വിളിച്ചോണ്ടൊന്ന് തടിയും എടുക്കണെന്ന് വിചാരിച്ചു എന്ത് തോന്നിവാസം കാണിക്കേ? ആരാണ് അവന്മാര്? ആര്? എൻ ട്രേഡേഴ്സിൽ താൻ ജോലി വാങ്ങി കൊടുത്തില്ലേ? അവരാരാണോ ചോദിച്ചത്? ഒരാളെ എന്റെ നാട്ടുകാരനാ. മറ്റേയാള്? ആ തെണ്ടിനെ എനിക്കറിയില്ല. താൻ പറയില്ലല്ലേ? അറിഞ്ഞാലല്ലേ പറയാൻ പറ്റൂ. അവരാരാണെന്ന് തന്നെ ഞാൻ അറിയിക്കാം. 6 മണി മുതൽ ഞാൻ അവനോട് പറഞ്ഞ പോയി മണ്ണെണ്ണ വാങ്ങിച്ചോണ്ടിരാൻ കേട്ടില്ല. ഇപ്പഴേ വിളിച്ചോണ്ട് കയറി വന്നിരിക്കുന്നു. കട അടച്ചും പോയെന്ന് പറഞ്ഞ്. ഇവനൊക്കെ എന്ത് ചെയ്യുമെന്ന് പറ. കടകളൊന്നും അടയ്ക്കാറായില്ലല്ലോ. അയ്യോ, അടച്ചമ്മേ. ആദ്യം എനിക്കും സംശയം ഉണ്ടായിരുന്നു. ഞാൻ പോയി നോക്കി. ഇന്നെന്താന്നറിയില്ല, നേരത്തെ എല്ലാ കടകളും അടച്ചു. ജോലിന്ന് പിരിച്ചുവിട്ടോ? പിരിച്ചുവിട്ടതൊന്നുമല്ല, യൂണിയൻ പ്രശ്നം. അത് കഴിഞ്ഞ് അവിടെ തന്നെ പ്രൊമോഷനോടെ പെർമനന്റ് ആയിട്ട് കിട്ടും. അങ്ങനെയല്ലല്ലോ കേട്ടത്. അതെ, കേട്ടത് വേറെ തരത്തിലായിരിക്കും. പക്ഷെ ഞാൻ പറയുന്ന സത്യം. ഇവിടെ വേറെ ജോലി കിട്ടാൻ പ്രയാസമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ ഈ മണ്ണെണ്ണ പ്രശ്നത്തില് ഞാൻ ഈ കൂട്ടാൻ വെക്കാനുള്ള കായ്കറികളൊക്കെ അരിഞ്ഞു വെച്ചപ്പോഴാ ഈ മണ്ണെണ്ണ സംഭവം ഉണ്ടായത്. ഇത്രയും വളച്ചിട്ടുന്ന എന്തിനാ? മണ്ണെണ്ണ വേണം, അത്രയല്ലേ ഉള്ളൂ. നിനക്ക് മനസ്സിലായെങ്കിൽ അതങ്ങ് എടുത്തു കൊടുത്തുകൂടെ? അത് തന്നെ. വേറെ ജോലി വല്ലതും നോക്കുന്നുണ്ടോ? എവിടെ നോക്കാൻ? അയ്യോ, നോക്കുന്നുണ്ട്. ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആണല്ലോ. എംകോം ഫസ്റ്റ് ക്ലാസ്സുകാരെ ഒരുവിടെ തെണ്ടി നടക്കുക. അത് തന്നെ. പക്ഷെ അത് പിന്നെ അത് എംകോം ഫസ്റ്റ് ക്ലാസ് അല്ലേ, ഇത് ബികോം അല്ലേ? അതിപ്പോ അങ്ങനെയാണല്ലോ. അതെ,
കടയടച്ചൊന്നും ആയിരിക്കില്ല. അത് നിനക്കെങ്ങനെ അറിയാം? ആ വേറെ ഏതാ കേക്ക് വരാറ്? തീപ്പെട്ടി വേണം. അവേ ഞാനെന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക. സത്യത്തിൽ മണ്ണെണ്ണ വാങ്ങിക്കാനല്ല ഞാൻ വന്നത്. അടച്ചു പോയെന്ന് പറഞ്ഞത് പലചരക്കടയാ. അരിയില്ലാതെ ചോറുണ്ടാക്കാൻ പറ്റുമോ? അയ്യോ, ഞാൻ അവനോട് 1000 തവണ പറഞ്ഞതാ. ഇവിടെ അരിയുണ്ടോ? രാവിലെ കട തുറന്ന ഉടനെ തിരിച്ചു തരാ. എടുത്തു കൊടുക്കും മോളെ. ബാഗ് சிரிப்பா இருந்தாலும் இந்த சீன் கொஞ்சம் கஷ்டமா இருக்கு. എന്തൊരു വിട്ടിയാന്ന് ആലോചിക്കുക. അപ്പോ മണ്ണെണ്ണ വേണ്ടല്ലോ. വേണ്ട, അല്ലെങ്കിൽ വേണ്ട. തന്ന സ്ഥിതിക്ക് തിരിച്ചു തരുന്നത് ശരിയല്ലല്ലോ. இவங்களுக்கு தெரிஞ்சிருச்சு. എത്ര എത്ര കമ്പനികൾ, എന്തെല്ലാം ജോലികൾ. നമുക്ക് സിനിമയിലോ മറ്റോ ഒന്ന് ട്രൈ ചെയ്താലോ? ഞാൻ ഇത്തിരി സുന്ദരനായതുകൊണ്ട് എനിക്ക് ചിലപ്പോ ചാൻസ് കിട്ടും. പക്ഷെ നിന്റെ കാര്യം വളരെ ബുദ്ധിമുട്ടാണ്. എന്താ ചിരിക്കുന്നത്? இவருக்கு பயங்கர வாய்ப்பா இந்த கேரக்டர்ல. സീരിയസ് ആയിട്ട് തന്നെ പറഞ്ഞ. അതെ, അതാ എനിക്ക് തിരി വന്നത്. ദേ, എന്നെ വാശി പിടിപ്പിക്കാറുണ്ടല്ലോ, ഞാനൊരു തെണ്ടലങ്ങ് തുടങ്ങും. ഏതെങ്കിലും വിവരം കേട്ടവന് ഒരു ചാൻസ് തന്നാലേ പിന്നെ നിനക്ക് എന്നെ കാണണമെങ്കിൽ എന്റെ സെക്രട്ടറിയുടെ സമ്മതം വേണ്ടി വരും. അങ്ങനെ എങ്ങാനും ഒരു സ്ഥിതി വന്നാല് അപ്പൊ ഞാൻ തൂങ്ങിച്ചാവും. എങ്കിൽ നീ തൂങ്ങിച്ചാവാൻ ഒരുങ്ങിക്കോ. ഇന്ന് മുതൽ ഞാൻ ശ്രമം തുടങ്ങാൻ പോവുകയാണ്. എന്നാ പിന്നെ നീ നടന്നോ. എന്ത് പട്ടിണി കിടന്നാലും നിനക്ക് ഇപ്പോഴും പഴയ സ്വഭാവം തന്നെ. എടാ, ഇന്നലെ രാത്രി വെട്ടി വിഴുങ്ങിയത് അവള് തന്ന അരിയാ. ഞാൻ ആ കുട്ടിയോട് താങ്ക്സ് പറഞ്ഞിട്ട് വരാം. എന്ത് പണ്ടാരെങ്കിലും ചെയ്യും. ശേഷം ഭാഗം സ്ക്രീനിൽ. ഓ പോടാ. நல்ல காம்பா இவங்க 2 பேரும். കൂട്ടുകാരൻ എങ്ങോട്ടാ? കടയടയ്ക്കുന്നതിന് മുൻപ് മണ്ണെണ്ണ അരിയൊക്കെ വാങ്ങാൻ പറഞ്ഞില്ലേ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. മുഖവരി വേണ്ട. അതെ അതെ, ഇത്രയും പരിചയമായ സ്ഥിതിക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ ഇവിടെ ഒരു ജോലി കിട്ടാൻ ഏത് വഴിക്ക് നീങ്ങണം? ദാ ആ വഴിക്ക്. ആ, ആള് വലിയ തമാശക്കാരിയാണല്ലോ. ആദ്യം കണ്ടപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. കണ്ട ഉടനെയുള്ള തമാശയെല്ലാം പറഞ്ഞു തീർക്കണ്ടെന്ന് കരുതിയാ. അപ്പോ ഞാൻ പറഞ്ഞ കാര്യം? എന്ത് കാര്യം? ജോലി കിട്ടാൻ കുട്ടിക്ക് എന്നെ എവിടെയെങ്കിലും ഒന്ന് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുമോ? ഞാൻ ഈ ബികോം ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട്. സത്യത്തിൽ നിങ്ങൾ കോളേജിൽ പഠിച്ചിട്ടുണ്ടോ? എന്തേ? അല്ല, ഒരു ആത്മവിശ്വാസം ഇല്ലാത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ബികോം ഫസ്റ്റ് ക്ലാസിന്റെ കാര്യം. അയ്യോ, എന്റെ അച്ഛനാണോ സത്യം. ഞാൻ ബികോം ഫസ്റ്റ് ക്ലാസ്സാ. இவரோட வாக்கியே ஒரு வித்தியாசமான வாக்கியா இருக்குப்பா. நான் கவனிக்கல. മലയാളം ഫിലിം ഡയറക്ടർ ഐ.വി. സാർ വീടങ്കെ. ஐவி சசி ப்ரொடியூசர் இந்த ஆ படத்துக்கு. ஓ, அவரே இதுல வந்திருக்காரு அப்படின்னா. கேமியோ. ஆ. இவர் என்னப்பா அவங்க சும்மா பேச்சுக்கு பேசிட்டு வந்தாங்க, பார்த்தா உண்மையாலுமே வந்து சான்ஸ் கிடைச்சிருக்காரு. ஏய், இவங்க சீமா நம்ம இதுல ஆட்சியை நான் எடுத்திருக்கேன். ஆட்சி அந்த பாட்டி கேரக்டர். ഇത് സിനിമയിൽ കാണുന്നത് പോലെ തന്നെ ഉണ്ട്. നിങ്ങൾ ആരാണ്? ഞാൻ സീമ ചേച്ചിയുടെ ഒരു ആരാധകനാണ്. അവളുടെ ഓ. രാവുകൾ ഞാൻ 17 പ്രാവശ്യം കണ്ടു. അതുപോലെ ആരൂഢം, വാർത്ത, അനുബന്ധം, ഇതിലൊക്കെ സീമ ചേച്ചിയുടെ അഭിനയം മനോഹരമായിരുന്നു. അതുകൊണ്ട് ശശി സാറില്ലേ, എന്താ വിശേഷം? சீமா தான் உங்க பேருமே. സിനിമയിൽ അഭിനയിക്കാൻ മുൻപ് അഭിനയിച്ചിട്ടുണ്ടോ? അഭിനയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഈ അടുത്ത കാലത്ത് ഒരു അറബിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. സിനിമയിലോ? സിനിമയിലല്ല, ജീവിതത്തില്, നാടകത്തില്. നാടകത്തിലും ജീവിതത്തിലും ഒക്കെ തുടർന്ന് അഭിനയിച്ചാ പോരെ? ഒന്ന് ശശി സാറിനോട് പറയോ, അത് എവിടെയുണ്ട്? ശശിയേട്ടൻ ഭരണിയില്ല. ഭരണിയില്ല. ഭരണി സ്റ്റുഡിയോയില്. ഓ இவர்தானே அது? കൊല നടത്തിയതിനു അബ്രാമോ. ശേഷം പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ് ഘാതകനും തോന്നുന്നില്ല. അസീസുമായി ഒരു മൽപ്പിടുത്തം നടത്തിയ ആ മൂവ്മെന്റ് ഒന്നുകൂടെ സ്ലോ ചെയ്യണം, ഞാൻ ടൈറ്റായിട്ട് ഫോളോ ചെയ്യാം. ஓ, அவர்தான் நினைக்கிறேன். தொப்பி போட்டுருக்காரு அவர்தானே? எஸ் ജയറാം ട്രോള് ഞാൻ പറയാം. ശരി സർ. സോമൻ, ഞാൻ സൂം ബാക്ക് ചെയ്യും. ജയറാം, ഇൻസ്പെക്ടർ ഇൻക്ലൂഡ് ആകുമ്പോൾ ബൈ ചെയ്യണം. ഓക്കെ സർ. സാർ, ഞാൻ വീട് പോയിരുന്നു. സോമൻ, ഒരു റിഹേഴ്സൽ ഞാൻ ஐயோ, அங்க போய் டிஸ்டர்ப் பண்ணக்கூடாது. സീമ ചേച്ചിയാ പറഞ്ഞത് സാർ ഇവിടെ ഉണ്ടെന്ന്. എന്ത് വേണം? അഭിനയിക്കാൻ ഒരു ചെറിയ ചാൻസ്. അങ്ങോട്ട് മാറി. ஐயோ டாக்டர் சார் ഞാൻ നന്നായിട്ട് അഭിനയിക്കും സാർ. അഭിനയിച്ചോ? എന്ത് റോളാണ് സാർ? സച്ചി, സാർ. നമുക്ക് നോക്കാം. ബാ. ഒന്ന് മാറോ സാർ. പുതുമുഖങ്ങളെ അവഗണിക്കരുത്. എന്തായാലും വരുന്ന കാലത്ത് എല്ലാവരും പുതുമുഖങ്ങളായിരുന്നല്ലോ. ഗായത്രിയിൽ വരുമ്പോ സോമായിട്ടിന് ഒരു പുതുമുഖമായിരുന്നല്ലോ. ഒന്ന് പറഞ്ഞു കൊടുത്തു സാർ. அச்சச்சோ. സമ്മതിച്ചു, ഞങ്ങൾ ഒന്ന് എടുത്തോട്ടെ. നമുക്ക് നോക്കാം. ശരി. ജയറാം, സ്റ്റാർട്ട്. ആക്ഷൻ. കൊല നടത്തിയതിനു ശേഷം
പിസ്റ്റൽ ഉപേക്ഷിച്ച് പോകത്തക്ക വിധം ബുദ്ധിയില്ലാത്തവനാണ്. അയ്യോ എന്താ ഇത്? മാറ്റ്. തോക്ക്, തോക്ക്. ஐயோ ஆஹா இந்த சீனோட அவங்கள பார்த்தா அதேதான் நினைச்சேன். இவனுங்க அவனுங்களுக்கு ஆரம்பத்துல இருந்து அதான் வேலை பார்த்து பார்த்து ஓடிக்கிட்டு இருக்கானுங்க. ஐயோ മതിയായി സാർ, മതിയായി. എവിടെ കണ്ടാലും വെടിവെക്കാനാണ് പോലീസിന്റെ ഉത്തരവ്. എന്നെ തന്നെ ഏടിൽ ഒരുവൻ പിസ്റ്റളുമായി എന്റെ പുറകെ ഓടി. ഇത്രയും നാൾ ഞാൻ സാറിന് വേണ്ടി പണിയെടുത്തിട്ട് എന്നെ കൊണ്ട് വയ്യ. വർഗീസേ, ഈ ഒരു അവസ്ഥയെ വർഗീസും കൂടെ എന്നെ ഉപേക്ഷിച്ചു പോയാൽ ഏ? ഗോവയെന്ന് പെരേര വിളിച്ചിരുന്നു. നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള വെച്ച് ഏറ്റവും വലിയ ബിസിനസ്സിലുള്ള ഓഫറുണ്ട്. വർഗീസ് കാരണം അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. എത്രയും പെട്ടെന്ന് കഴിയുന്നിടത്തോളം ചരക്കെത്തണം. പെരേരയുടെ ഓഫർ കളയുന്നത് ബുദ്ധിയല്ല. നമ്മുടെ ബിസിനസ് കേന്ദ്രമായിരുന്ന ഹോട്ടലാവും മരത്തി, ഓഫീസിലും എത്തി. ഇനി എവിടെയാണ് നമ്മൾ ചരക്ക് സൂക്ഷിക്കുക? ഒരു പ്രാവശ്യത്തേക്ക് ഇവിടെ വെച്ച് നമുക്ക് ഡീൽ ചെയ്യാം. மூஞ்சி வேற செவந்து போயிருக்குன்னா அவருக்கு. ബാലേട്ടാ, ശകുനം മുടക്കി നീ എന്നെ കൊല്ലാറിയിരിക്കുക. சகுனம் முடிக்க എന്താ ബാലേട്ട ഈ പറയുന്നത്? ഞാൻ ബാലേട്ടന്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. വിരോധമില്ല, ഇവിടുന്ന് നേരെ പോയി ഇടത്തോട്ട് തിരിഞ്ഞ 7ാമത്തെ വീടാ. വീട് കാണാനല്ല, എനിക്ക് ബാലേട്ടനോട് ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. ദാ, അന്നത്തെ അടിയുടെ വേദന ഇതുവരെ മാറിയിട്ടില്ല. എന്റെ പൊന്നു ദാസാ, ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല. ഇനിയും നീ എന്നെ തല്ലു കൊള്ളിക്കരുത്. 2 മക്കളുള്ള ഒരു തന്തയുടെ അപേക്ഷയാണ് മോനെ. ബാലേട്ട, ബാലേട്ടനെ തല്ലു കൊള്ളിച്ചിട്ട് എനിക്ക് എന്ത് ലാഭം? അതെന്താ ബാലേട്ടൻ മനസ്സിലാക്കാത്തത്? മനസ്സിലാക്കിയെടുത്തോളം മതിയടോ. പോരാ, ജോലി തിരിച്ചെടുക്കാൻ ഞാൻ മുതലാളിയോട് പറയില്ല. പിരിച്ചുവിട്ടതിന് കാരണം എന്തെങ്കിലും കാണുമല്ലോ. ഒരു കാരണവുമില്ല. സത്യം പറയട്ടെ ബാലേട്ട, പട്ടിണിയിലാണ്. ഒരു പട്ടിണി. ஐயோ சென்டிமெண்ட் போட்டாയി. ഇല്ലാത്തവനും കുഷ്ഠരോഗികൾക്കും ഒക്കെ പിച്ചെടുത്ത് ജീവിക്കാം. പുതിയ പുരക്കൽ നാരായണൻകുട്ടി നാരുടെ മകന് തണ്ടും തടി ഉണ്ടായിപ്പോയി. അതുകൊണ്ട് ഇറക്കാനും വയ്യ. ദാസാ, വല്ലതും വാങ്ങിച്ചു കഴിച്ചോ? കാശ് ചോദിക്കാനല്ല ഞാൻ വന്നത്, ജോലിയുടെ. ഇനി അയാളുടെ അടുത്ത് പോകാൻ വയ്യ. നമുക്ക് വേറെ എന്തെങ്കിലും അന്വേഷിക്കാം. നീ ഇത് വാങ്ങ. വേണ്ട ബാലേട്ട, ഞാനല്ലേ തരുന്നത്. ഇപ്പൊ വേണ്ട. അത്യാവശ്യം വരികയാണെങ്കിൽ ഞാൻ പിന്നെ വന്ന് വാങ്ങിച്ചോളാം. പകലൊന്നും കണ്ടില്ല നമ്മ പറഞ്ഞു. തകൃതിയായ തൊഴിലന്വേഷണമായിരിക്കും. ഏയ്, അങ്ങനൊന്നുമില്ല. എവിടെ മറ്റേ പാർട്ടി? 2 ദിവസമായിട്ട് ഇങ്ങോട്ട് കാണാറില്ല. എന്നിട്ട് അന്വേഷിച്ചില്ലേ? കൊച്ചുകുട്ടിയൊന്നുമല്ലല്ലോ, എന്തെങ്കിലും ജോലി ഒട്ട് കിട്ടി കാണും. അപ്പോ വല്ലതും വെച്ചുണ്ടാക്കി എല്ലാം തന്നെത്താൻ ചെയ്യേണ്ടി വരുമല്ലോ. ആ, അതാ ഇപ്പൊ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട്. പോസ്റ്റ്മാൻ വന്നപ്പോ അമ്മ വാങ്ങി വെച്ചതാ. കൂടുതൽ എന്നാ താമസിക്കുന്ന പോസ്റ്റ്? കുറെ പേര് വെങ്കടേശന് ഭയന്ന് ഒഴിഞ്ഞു പോയത്രേ. மம்மி கிட்ட இருந்து வந்திருக்கு. ம், எது பிரச்சனையா மம்மிக்கு? அப்படிதான் தோணுது. എന്തുണ്ടായി? ഏയ്, ഒന്നുമില്ല. ഒരു ചെറിയ വിശേഷം. എന്റെ അമ്മ മരിച്ചുപോയി. ஐயோ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് ആരെങ്കിലും കത്തയക്കുവോ? ശവോടൊക്കെ കഴിഞ്ഞിട്ട് എത്തിയാ മതിയെന്നാണോ? പാവം കുട്ടി എത്ര വിഷമിക്കുന്നുണ്ടാവും. സ്വന്തം അമ്മയല്ലേ. അയാളുടെ കയ്യിൽ കാശൊന്നും ഇല്ലെന്നാ തോന്നുന്നത്. ഒന്ന് സമാധാനിപ്പിക്കാൻ പോലും ആരുമില്ല. എന്തേല് കുറച്ച് രൂപയുണ്ടമ്മേ. അയാൾക്ക് ചിലപ്പോ നാട്ടിൽ പോകണമെന്നുണ്ടെങ്കിൽ. ശരിയാ, അതിന്റെ എവിടുന്നാ കാശ്? മോൾ അതങ്ങ് എടുത്തു കൊടുത്തേക്ക്. അമ്മയും വാ. വയ്യ മോളെ, എനിക്ക് ആ കുട്ടിയെ കാണാൻ വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ അമ്മേ? അയാൾക്കൊരു ആശ്വാസം ആവട്ടെ. ശരി, മോൾ അതിങ്ങ് എടുത്തോണ്ട് വാ. ஆல்ரெடி பசி பட்னி. ம், നാട്ടിൽ പോവാൻ കാശില്ലെന്നോർത്ത് മോൻ വിഷമിക്കണ്ട. ദാസം പുറപ്പെട്ടോളൂ. എല്ലാം കഴിഞ്ഞിട്ട് 3-4 ദിവസമായി. ஓ അവിടെ ഇനി ആരെയും കാണാനില്ല. എന്നാലും വീട്ടുകാര്. എനിക്ക് വീടും വീട്ടുകാരൊന്നുമില്ല. கொடுப்பேன். എന്താ ഇരുട്ടത്തിരിക്കുന്നത്? അമ്മ പറഞ്ഞു എന്തേലും കഴിക്കാൻ. ஸ்ரீனிவாஸ் எங்க போயிட்டாரு? 2 நாளா காணோனாரே. വരൂ. എനിക്ക് തീരെ വിശപ്പ് തോന്നുന്നില്ല. അമ്മ പറഞ്ഞു കഴിക്കാതെ പറ്റില്ലെന്ന് പറയാൻ. വന്നേ, എനിക്ക് പാത്രം കൊണ്ടുപോകണം. நல்ல ஐடியா. നിങ്ങൾക്ക് ഞാനൊരു ബുദ്ധിമുട്ടായി അല്ലേ? ഏതർത്ഥത്തിൽ? ഇപ്പൊ ഒരു നേരം ഭക്ഷണം കൊണ്ടുവന്നാണോ ഉദ്ദേശിക്കുന്നത്? ഓ, ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി. ഞങ്ങൾ അത്രയ്ക്കങ്ങ് മനുഷ്യത്വം ഇല്ലാത്തവരല്ല കേട്ടോ. അയ്യോ, അതല്ല. എന്നാ കഴിച്ചേ. നാട്ടിൽ പോയി അമ്മയെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരണമെന്ന് വിചാരിച്ചിരുന്നതാ. ഇനിയിപ്പോ അതൊക്കെ ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ലല്ലോ. ഞാനൊരു നല്ല നിലയിൽ എത്തിക്കാണാൻ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടു. എന്ത് ചെയ്യാൻ, തലയിലെ വര ശരിയായില്ല. ഞങ്ങളുടെ ഒരു അകന്ന ബന്ധത്തിൽപ്പെട്ട വീട്ടിലായിരുന്നു അമ്മ. ഉടനെ വിവരം അറിയിക്കാൻ അവർക്കെന്റെ മേൽവിലാസം അറിയില്ലായിരുന്നു.
അമ്മയുടെ ഇരുമ്പ് പെട്ടിക്കടിയിൽ നിന്ന് 2 ദിവസം മുമ്പാണത്രേ ഈ അഡ്രസ്സ് കിട്ടിയത്. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എല്ലാ ദുരന്തങ്ങളും കണ്ടു നിൽക്കാനുള്ള കഴിവേ നമുക്കൊക്കെ ഉള്ളൂ. എന്റെ അച്ഛൻ ഒരു ആക്സിഡന്റിലാ മരിച്ചത്. ഡ്രൈവറായിരുന്നു. കാലത്ത് എന്റെ കയ്യിൽ നിന്ന് ചോറുപതിയും വാങ്ങിച്ചു പോയതാ. രാത്രി നേരത്തെ വന്നിട്ട് ഒരു സിനിമ കാണിച്ചുതരാന്ന് പറഞ്ഞിരുന്നു. 11 മണിയായിട്ടും ആളെ കണ്ടില്ല. പിന്നെ പഠിക്കൽ ഒരു ആംബുലൻസ് വാനാ വന്നു നിന്നത്. എത്രയോ ദിവസം കഴിഞ്ഞിട്ടും എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. രാവിലെ എഴുന്നേൽക്കുമ്പോ രാധയെന്ന് വിളിച്ചോണ്ട് അച്ഛൻ വരാന്തയിൽ ഇരിപ്പുണ്ടാവുമെന്ന് വെറുതെ ആഗ്രഹിക്കും. കുറെ കഴിഞ്ഞപ്പോ മറക്കാൻ ശ്രമിച്ചു. മറന്നല്ലേ പറ്റൂ. സോറി, ഈ നേരത്ത് ഇതൊന്നും പറയാൻ പാടില്ലായിരുന്നു. എങ്ങനെയാണ് ആശ്വസിപ്പിക്കേണ്ടത് എന്നറിയാത്തോണ്ട് പറഞ്ഞു പോയതാണ്. சூப்பரா செமையா இருக்காங்கல்ல. சரி ஆமா. fit. ம். എങ്ങോട്ട് രാവിലെ തന്നെ? എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയാതെ നിൽക്കുക. വാതില് പൂട്ടിയിരിക്കുന്ന കണ്ടു. നേരത്തെ ഇറങ്ങിയല്ലേ? അതിനകത്തിരുന്നിട്ട് വല്ലാത്ത വീർപ്പൂട്ടൽ. ചായ ഉണ്ടാക്കിയിട്ട് വിളിക്കാന്ന് വെച്ചപ്പോ ആളില്ല. അതുകൊണ്ട് കൂടിയാ ഇങ്ങി പോകുന്നത്. എങ്കിലത് വളരെ ബോറായിപ്പോയെന്ന് ഞാൻ പറയും. സത്യം പറയാലോ, ഇന്ന് വരെ എന്നെ പരിചയപ്പെടുന്നവർക്കൊക്കെ ഞാനൊരു ഭാരമായിരുന്നിട്ടേ ഉള്ളൂ. അത് പരിചയപ്പെട്ടവരോട് തീരുമാനിക്കേണ്ട കാര്യമാണ്. ആയിരിക്കാം. ആയിരിക്കാമെന്നല്ല, ആണ്. എങ്കിലങ്ങനെ. ഒരുപാട് കോംപ്ലക്സുകളുണ്ട് അല്ലേ? ഇല്ല, ഒന്നേ ഒന്ന് മാത്രം. ഇൻഫീരിയർ ടു എവരിബഡി. സത്യത്തിൽ കോംപ്ലക്സ് അല്ലത്, വെറും പരമാർത്ഥം. ആർക്കു വേണ്ടി ഞാൻ ഇനി ജീവിക്കണം, എന്തിനു വേണ്ടി ജീവിക്കണം അറിയില്ല. ആ ഒരു അവസ്ഥ വല്ലാത്ത ഒന്നാണ്. രാധയ്ക്ക് അത് പൂർണ്ണമായി മനസ്സിലാവുന്നുണ്ടോ എന്നെനിക്കറിയില്ല. വ്യക്തിപരമായി ഒരു ലക്ഷ്യവും ഇല്ലാതിരുന്നതാണ് ഇതിനൊക്കെ കാരണം. അത് പറയരുത്. എനിക്കുണ്ടായിരുന്ന ലക്ഷ്യം എന്റെ അമ്മയുടെ സന്തോഷമായിരുന്നു. അത് സാധിച്ചെടുത്തു. ഇനിയൊന്നും ബാക്കിയില്ല. അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആ കുഴപ്പം ഞാൻ വെറുതെ പറയുകയല്ല. തനിച്ചാന്ന് കരുതുന്നത് എന്തിനാ? ഞങ്ങളൊക്കെ ഇല്ലേ? ம்ஹும். എന്നോട് അടുക്കുന്നവർക്ക് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല. இந்த குரூப்பு நம்ம இந்த குரூப் இது ம். கன்ஸ்ட்ரக்ஷன் தலைவர் இறங்கி வரதே அவர்தான் நினைக்கிறேன். அதேதான் எங்க അതോ അങ്ങതാ? பேசுறது அதே மாதிரியே பண்ணிருக்காங்க. வாண்டடே கிராஜுவேட் டைப். இது அந்த எஸ், தலைவர் வந்திருக்காரு. ஜெகநாதன் ராமநாதன் அவர் தானே யாரோ ஒரு பேர் தெரியல. அதுன்னு வாங்க. എനിക്ക് അയാളെ കാണണ്ട. അവർ കൂപ്പിട്ടാ വர்றதுதான் நல்லது. ഇല്ലെങ്കിൽ തല വെട്ടിക്കളയോ. ഒന്ന് പോണം മിസ്റ്റർ. இங்க இருந்து ஏதாச்சும் கிடைக்குமா இவருக்கு? தெரியலையே. അണ്ണേ പയ്യൻ വരമാട്ടാണ്. ஓஹோ, എന്താ എന്താ? എന്നെ പറ്റി ഉനക്ക് தெரியாதா? നിങ്ങൾ മലയാളിയല്ലേ? മലയാളത്തിൽ പറയാം, എനിക്ക് മലയാളം അറിയാം. പാവങ്ങളെ ചികിത്സിക്കാനുള്ള സർക്കാർ ആശുപത്രിയല്ലല്ലോ ഉദ്ദേശം. പ്രൈവറ്റ് നഴ്സിംഗ് ഹോം അല്ലേ? ആർക്ക് വേണ്ടി? ഒരു ചെറിയ പനി വന്നാൽ പോലും മനുഷ്യരെ കത്തി കൊണ്ട് കുത്തിക്കീറി കാശ് വിടുന്നുള്ള ഏർപ്പാടല്ലേ? തമ്പി, ഞാൻ മലയാളി തന്നെയാ. പാലക്കാടുകാരൻ വെങ്കടേശൻ. അന്ത പാലക്കാട് വെങ്കടേശൻ എന്ന സാധാരണയാളിൽ നിന്ന് ഇന്ത കോവൈ വെങ്കടേശൻ എന്ന നിലയിലേക്ക് വളർന്നത് പെട്ടെന്നല്ല. ഉന്നമാതിരി ഒത്തിരി ആളുകളെ കണ്ടും ഒതുക്കിയും ഒക്കെ തന്നെയാ. അതുകൊണ്ട് ഗലാട്ട ഉണ്ടാക്കാതെ തന്റെ വീട്ടിൽ ഇറങ്ങിക്കൂ. ഇല്ലെങ്കിൽ ഒരു ചുക്ക് സംഭവിക്കില്ല. നിങ്ങൾ പാലക്കാടുകാരൻ വെങ്കടേശൻ എന്ന് ഇപ്പൊ കോവൈ വെങ്കടേശൻ ആയതുപോലെ ഞാനും ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ. എന്നെ ഒതുക്കാൻ വന്നാലുണ്ടല്ലോ. ആ, அப்படியா? பரவாயில்லையே. அப்புறம் பாக்குறேன். பயப்படுறாரு, நல்லா கிடைக்கிறாரு. என்னாச்சுன்னு? அவன் காலி பண்ண மாட்டான். போகலாம். மத்தையெல்லாம் கிளம்பிட்டாங்களோ? இவங்களும் சோபனா ஃபேமிலி கொஞ்சம் பேர் மட்டும் இருக்காங்க போல. இல்லைன்னா ஏரியா லடாம ஆயிடுவாரா. தேங்க்யூ ஃபார் வாட்சிங். நம்ம அடுத்த பாட்டில் சந்திப்போம். Bye. பாய்.